ഭഗവാൻ അതാ പറയുന്നത്, നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ? വീണ്ടും ഒരു ശ്ലോകം കൂടി നോക്കാം. ആവർത്തനമാണ്. 10-60-53, 10ാമത് സ്കന്ധം 60ാമത് അധ്യായം. ഇതും ബൈഹാർട്ട് പഠിക്കുന്നത് ഉത്തമമാണ്. 10ാം സ്കന്ധം 60ാമത് അധ്യായം 53ാമത് ശ്ലോകം. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി രുക്മിണീ ദേവിയോട് സംവദിക്കുമ്പോൾ പറയുന്ന ശ്ലോകമാണ്. രുക്മിണീ ദേവിയും കൃഷ്ണനും തമ്മിലൊരു, അത് നാളെ നമ്മൾ പറയും. കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഭാര്യയ്ക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തത് ഗുരുവായൂരപ്പനാണ്. രുക്മിണീ ദേവിക്ക് ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കും കൃഷ്ണൻ. അങ്ങനെ ഒരു ഡൈവേഴ്സ് കേസ് നാളെ നമ്മൾ ഡീൽ ചെയ്യും. കൃഷ്ണൻ ആർക്ക് ഡൈവേഴ്സ് നോട്ടീസ്? ആർക്ക്? രുക്മിണീ ദേവിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്. രുക്മിണീ ദേവിക്ക് കൃഷ്ണൻ ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കും. അതിന് രുക്മിണീ ദേവി വക്കീലില്ലാതെ മറുപടി കൊടുക്കും. ആ മറുപടി കേട്ടിട്ട് കൃഷ്ണൻ കൊടുക്കുന്ന മറുപടിയാണ്, അതാണ് ഈ 60ാമത്തെ അധ്യായത്തിൽ 53ാം ശ്ലോകത്ത് രുക്മിണീ ദേവിക്ക് കൊടുക്കുന്ന മറുപടിയാണ്. കൃഷ്ണൻ അത് കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കും. പറയുന്ന മറുപടിയാണ്, മാം പ്രാപ്യ മാനിനി അപവൃക്ക സമ്പദം വാഞ്ചന്തി സത്പദയേവ സത്പദിം സമ്പദയേവ സത്പദിം തേ മന്ദഭാഗ്യാനിരയേപിയേ നൃണം മാത്രാത്മകത്വാൽ നിരയസ്സു സംഗമ എന്നാണ് ശ്ലോകം. ആ മാം പ്രാപ്യ, അത് അടിവരയിടൂ. എപ്പോഴും ഓർക്കുക, മാം പ്രാപ്യ, മാം എന്നെ പ്രാപിക്കാനാണ് നിങ്ങൾ വന്നത്. എന്നോട് പ്രാർത്ഥിക്കാനല്ല വന്നത്, എന്നിലേക്ക് എത്തിച്ചേരാനാണ്, എന്നിലേക്ക് അലിഞ്ഞു ചേരാനാണ്. കാരണം ആത്യന്തികമായി ഞാനും നിങ്ങളും ഒന്നെന്ന് പഠിപ്പിക്കുന്ന കൃഷ്ണൻ. അതറിയാതെ നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് വാഞ്ചതി, ചമ്മന്തി നമുക്ക് മനസ്സിലാവും. വാഞ്ചതി എന്ന് പറഞ്ഞാൽ എന്താണ്? വാഞ്ചതി ചോദിക്കുക, ആവശ്യപ്പെടുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. എന്താ വേണ്ടത്? സമ്പത്ത്, സത്പതിം, നല്ലൊരു ഭർത്താവോ അല്ലെങ്കിൽ ഉള്ള ഭർത്താവ് നന്നാവാനോ, മക്കളോ, അങ്ങനെയൊക്കെയുള്ള ലൗകികമായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാൻ വേണ്ടി എൻ്റെ മുന്നിൽ വന്ന് പറയൂ, പ്രാർത്ഥിക്കുന്നവര് മന്ദഭാഗ്യ എന്നാണ്. ഭാഗ്യം കെട്ടവരാണ്, ഭാഗ്യമില്ലാതെ പോയവരാണ്. കാരണം എൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ച സമയം കളഞ്ഞ് വെറുതെ ജീവിതം തൊലയ്ക്കരുത്. നിങ്ങളിവിടെ വന്നത് പ്രാർത്ഥിക്കാനല്ല, നിങ്ങൾ വന്നത് എന്നെ പ്രാപിക്കാനാണ് എന്ന് കൃഷ്ണൻ എത്ര ഒരു അടിവരയിട്ടിട്ടാണ് പറയുന്നത്. ഇതാരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇതൊക്കെ ആരെങ്കിലും നമ്മുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ടോ? പറയൂ. നമ്മുടെ ധാരണ എന്താണ്? ഇതൊക്കെ പ്രാർത്ഥിച്ച അവസാനം കൃഷ്ണൻ മോക്ഷം കൂടി തരുന്നതാണ്. കൃഷ്ണൻ എന്താ ആമസോണിലാണോ വർക്ക് ചെയ്യുന്നത്? ഓർഡർ ചെയ്യുന്നതൊക്കെ ഇങ്ങോട്ട് തരാൻ വേണ്ടിയിട്ട്. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ കൃഷ്ണനെ കണ്ടത്. ഇങ്ങനെയുള്ളൊരു കൃഷ്ണനല്ല ഭാഗവതം അവതരിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് പൂതന മോക്ഷം എന്നാൽ പൂതന എന്ന് പറയുന്നത് വാസനകളിൽ കുരുങ്ങിക്കിടക്കുന്ന മനസ്സിനെയാണ്. അവളുടെ വിഷം എന്ന് പറയുന്നത് കാമത്തിൻ്റെയാണ്. കാമവും ക്രോധവും, ഇത് രണ്ടാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പാപങ്ങളെന്ന്, ഇത് വിഷമെന്ന് ഗീതയിലെ 3ാം അധ്യായത്തിൽ കൃഷ്ണൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഗീതയും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. അർജുനൻ ചോദിക്കുന്നുണ്ട്, അവിടെ 33, എനിക്ക് കൃത്യം നമ്പർ ഓർമ്മ വരുന്നില്ല, നോക്കിയാൽ അറിയാം. അതക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചൻ അഭിഭാഷ്ണേയ. 34ആണോ? 36, സോറി, 36. 36ാം ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്, അതക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചൻ അഭിഭാഷ്ണേയ ബലാധിപ നിയോജിത. ഹേ കൃഷ്ണ, പാപം ചെയ്യണം, തളരണം എന്ന് വിചാരിച്ചിട്ടല്ല ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ പല അനുഭവങ്ങളും നമ്മളെ തളർത്തുന്നു, വേദനിപ്പിക്കുന്നു.
അസ്വസ്ഥരാക്കുന്നു, അല്ലേ? ആരും പ്രതീക്ഷിച്ചിട്ടല്ല ജീവിതത്തിൽ ദുരിതങ്ങൾ വരുന്നത്. ഒരു സുപ്രഭാതത്തിൽ ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ ആരാ തളരാത്തത്? ഒരു സുപ്രഭാതത്തിൽ കൂടെയുള്ളവർ കൂടെ ഇല്ല എന്നറിയുമ്പോൾ ആരാ തളരാത്തത്? എല്ലാം നഷ്ടപ്പെട്ട്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ വയനാട്ടിൽ പ്രോഗ്രാമിന് പോയപ്പം, മാനന്തവാടി പോയപ്പം ഒരു ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ കാൽക്കലൊക്കെ വീണു, സ്വാമി അനുഗ്രഹിക്കണമെന്ന്. നമ്മളെന്താ വിചാരിക്കുക? സാധാരണ. പിന്നെയാണ് കൂടെ ഉണ്ടായിരുന്ന അമ്മ പറയുന്നത്, 9 അംഗങ്ങളുള്ള വീട്ടിൽ ഇവൻ മാത്രമേ ഉള്ളൂ, 8 പോയി എന്ന്. കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിൽ പെട്ടുപോയ സഹോദരി കരഞ്ഞുകൊണ്ട് മണ്ണിൽ പൊതഞ്ഞു പോകുമ്പോൾ ആ കാണുന്ന കാഴ്ചകളൊക്കെ ഇവൻ്റെ ഉള്ളിൽ മറക്കാൻ പറ്റുന്നില്ല. മണ്ണിനടിയിലേക്ക് പോകുന്ന അച്ഛൻ ഇതെല്ലാം കണ്ടിട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു പയ്യനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു ദിവസം, ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കെ, എങ്ങനെ എന്താ പറയുക എന്നുള്ളത്. എന്താ പറയുക അവരോട്? വയനാടിൻ്റെ ദുരന്തം അറിയാലോ നിങ്ങൾക്ക്. ഒരു നിമിഷം എന്താ പറയുക? ഒന്ന് ചിന്തിക്കൂ നിങ്ങൾ. വല്ലതും പറയാൻ പറ്റുമോ? എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ, അതും മരണം എന്നത് ചില്ലറയല്ല. ജീവിക്കാൻ കൊതിയുള്ളവര്, ജീവിച്ച് കൊതി തീരാത്തവര് വെള്ളത്തിൻ്റെ ചളിയുടെ ഉള്ളിൽപ്പെട്ട് ജീവൻ പോവാതെ പിടഞ്ഞ് കരയുകയാണ് ജീവൻ രക്ഷിക്കാൻ. എന്തു ചെയ്യാൻ പറ്റും? തിരിച്ചതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വയം നഷ്ടപ്പെടും. മനസ്സിലാവുണ്ടോ? അപ്പം അതാണ് ജീവിതം. പലരും പല ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും കാണുന്നു. ആണോ? പലരും പല രീതിയിൽ. ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾ, ബോംബെയിൽ ഒരു സ്ട്രീറ്റിൽ നിന്ന് ഒരാളെ എടുത്തുകൊണ്ടുപോയി, ഒരു കാരണവരെ. ഒരു മകൻ IIT കഴിഞ്ഞ മകനും ഒരു മകൻ ലോയറുമാണ്. ആർക്കും വേണ്ടാതെ വീട്ടിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ തെരുവിൽ കിടക്കുകയാണ്. അപ്പം നമുക്ക് ആർക്കും വേണ്ട അവർക്കൊന്നും. അപ്പം ആ ആളെ എടുത്തിട്ട് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്നൊരു, കാര്യങ്ങളും വായിച്ചു അറിയില്ല, പത്രത്തിലെ വാർത്ത, നാഷണൽ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത. ആലോചിച്ച് നോക്കൂ. ഇത്രയും വിദ്യാഭ്യാസമുള്ള മക്കൾ സ്വപ്നം വിചാരിച്ചിട്ടുണ്ടാവുമോ? സമയം മുഴുവൻ ചെലവഴിച്ച് ഇല്ലാത്ത പണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് IIT-യിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, എത്ര പൈസ വേണം? പക്ഷെ അവസാനം താൻ റൂട്ടിലേക്കാണെന്ന് എന്നെങ്കിലും സ്വപ്നം കാണുന്നുണ്ടാവും? പറയൂ. അപ്പം മനുഷ്യൻ്റെ ഗതിവിഗതികൾ ആർക്കും അറിയില്ല. കൃഷ്ണൻ എങ്ങനെയെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? തൻ്റെ മക്കളുടെ കൈകൊണ്ട്, അല്ലെങ്കിൽ അവർ വരുത്തിക്കൂട്ടുന്ന ശാപം കൊണ്ടുണ്ടായ അസ്ത്രം കൊണ്ടാണ് എൻ്റെ അന്ത്യം എന്ന് കൃഷ്ണൻ സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? നിങ്ങൾ കൃഷ്ണൻ്റെ കാലിൽ തറയ്ക്കുന്ന അസ്ത്രം, അത് കൃഷ്ണൻ്റെ മക്കൾ തന്നെ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. കഥകളൊക്കെ നാളെ നമ്മൾ കാണും. കൃഷ്ണൻ സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? അത് രാമൻ സ്വപ്നം കണ്ടിട്ടുണ്ടാവുമോ? തൻ്റെ ഗർഭിണിയായ സീതയെ ആശ്രമത്തിൽ കൊണ്ടാക്കണമെന്നും ആ കുഞ്ഞുങ്ങളെ കാണാൻ പോലും തനിക്ക് നിയോഗം ഉണ്ടാവില്ല കുട്ടിക്കാലത്ത്. രാമൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ ഗതിവിഗതികളിലൂടെ, കർമ്മ ചക്രങ്ങളിലൂടെ കടന്നു പോകണം. പക്ഷെ ഇവിടെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഭാഗവതം നമുക്ക് തരുന്ന ഒരു ഉൾക്കരുത്ത്. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് തരുന്ന ഒരു മനോബലം എന്താണ് എന്ന് ചോദിച്ചാൽ, എന്തൊക്കെ തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാലും നിരന്തര സാധന ഒരിക്കലും മുടക്കരുത്. പൂതനയിൽ നിന്നും പൂതാത്മാവിലേക്കുള്ള യാത്രയാണ് പൂതന മോക്ഷം. ഇത്രയും പറയുന്നത്. എന്താ പറഞ്ഞത്? പൂതന മനസ്സിൽ നിന്നും പൂതാത്മാവിലേക്കുള്ള ഒരു യാത്രയാണ്, തീർത്ഥയാത്രയാണ്, ഒരു പ്രയത്നമാണ്, പരിശീലനമാണ്, അഭ്യാസമാണ് പൂതന മോക്ഷം. ഇതൊരു പെണ്ണിൻ്റെ കഥയോ അവൾ മുലയിൽ വിഷം പുലർത്തി കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചൊരു കഥയായിട്ട് മാത്രം കാണരുത്. പിന്നെ എന്തിനാണ് ഈ മുലയിൽ വിഷം പുരട്ടി എന്നൊക്കെ പറയുന്നത്? അതാണ് ഗീതയിൽ ആ ചോദ്യം, കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ. നമ്മളൊക്കെ പാപം ചെയ്തു പോകുന്നു. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിനെ തളർത്തുന്നതാണ് പാപം. മനസ്സിനെ തളരാൻ അനുവദിക്കുന്നതാണ് പാപം. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഒരു പാപികളാണ്.
എന്താണ് പാപികൾ എന്ന് വിളിക്കാൻ കാരണം വെച്ചാൽ എപ്പോൾ മനസ്സ് തളരും എന്ന് നമുക്ക് ആർക്കും അറിയില്ല. തളർത്തുന്നതിലാണ് പിടിച്ചിരിക്കുന്നത്. തളർത്താൻ സാധ്യതയുള്ളതിലാണ് നമ്മൾ മുറുകെ നമ്മൾ അറിയില്ല, നമുക്കിപ്പോൾ അത് മനസ്സിലാവുന്നില്ല. അതാണ് ഈ മായയുടെ ബലം കൊണ്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ ധാരണ ഇതൊക്കെ ഓക്കെയാണ്, പെർഫെക്റ്റാണ്, സ്ട്രോങ് ആണെന്നാണ്. ഒരു പക്ഷി ഒരു പരുന്ത് താഴെ വന്നിരിക്കുമ്പോൾ, ഒരു മരത്തിൻ്റെ ശാഖയിൽ വന്നിരിക്കുമ്പോൾ, കൊമ്പിൽ വന്നിരിക്കുമ്പോൾ, ആ പക്ഷിയുടെ ധാരണ അതൊരു സേഫാണ്, സുരക്ഷിതാണ്, ഒക്കെയാണെന്നുള്ളത് അല്ലേ? അതുകൊണ്ടല്ലേ അത് വന്നിരിക്കുന്നത്. മണിക്കൂറുകളോളം അന്തരീക്ഷത്തിൽ പരുന്ത് വട്ടമിട്ട് പറന്ന് അവസാനം ഒന്ന് വിശ്രമിക്കാനായിട്ട് താഴെയൊരു കൊമ്പിൽ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു തെങ്ങിൻ്റെ ഉണക്ക ഓലയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ പറയല്ലേ, എന്ത് വന്നിരുന്നതും വീണു, ഓല വീണു. ഇന്ന് വരെ ഒരു പക്ഷിയും ഓലയോടൊപ്പം താഴെ വീണിട്ടില്ല. നമ്മളും ഇതുപോലെ പലതിലും ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, ബന്ധങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വസ്തുക്കളിൽ പലതിലും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജോലി നഷ്ടപ്പെട്ടാൽ ആത്മഹത്യ, പണം നഷ്ടപ്പെട്ടാൽ ആത്മഹത്യ, മനസ്സിലായില്ലേ? ബിസിനസ് നഷ്ടപ്പെട്ടാൽ അതിലൊക്കെയാണ് മനസ്സ് പിടിച്ചു നിൽക്കുന്നത്. അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ജീവിതം അതോടുകൂടി തകർന്നുപോയി. ആണോ അല്ലയോ? മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആത്മഹത്യ ചെയ്യുന്ന അമ്മമാരില്ലേ? കാരണം താങ്ങാനുള്ള കഴിവില്ല. ഈ തരത്തിൽ നമ്മൾ പലതിലും ഇരിക്കുമ്പോൾ ഓർക്കണം, ഇരിക്കുന്നതൊന്നും നമ്മുടെ കൂടെ എന്നും സുരക്ഷിതമായി ഉള്ളതല്ല. ഇത് പ്രാരബ്ധത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്, കാലചക്രത്തിൽപ്പെട്ടതാണ്. അത് നമുക്ക് പിടിച്ചു നിർത്താൻ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചിട്ടും പറ്റില്ല. കാരണം കാലചക്രത്തിൻ്റെ ഗതികൾ മാറ്റാൻ അവതാര പുരുഷന്മാർക്ക് പോലും പറയൂ സാധിച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്തേ ഇങ്ങനെ സംഭവിച്ചത്? എന്തേ ഞാൻ ഇത്രയും കാലം ഗുരുവായൂരമ്പലത്തിൽ മാസം അക്കൗണ്ട് കൊടുക്കുന്നതാണല്ലോ, ഗുരുവായൂരപ്പൻ എന്തേ എൻ്റെ നേരെ കണ്ണു തുറക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ പറ്റിയിട്ടില്ലേ? പിന്നെ ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൃഷ്ണൻ്റെ തന്നെ സഹോദരിയുടെ പുത്രൻ അഭിമന്യു യുദ്ധക്കളത്തിൽ മരിക്കുമ്പോൾ കൃഷ്ണൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഭദ്രയുടെ പുത്രൻ മരിക്കുന്നത്, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അർജുനൻ്റെ പുത്രൻ മരിക്കുന്നത്. ഈ ഗുരുവായൂർ ഉണ്ണി നഷ്ടപ്പെട്ടു പോയ പൂന്താനത്തിൻ്റെ കഥ നമുക്കറിയില്ലേ? അറിയാത്തതാണോ? പറയൂ. എന്തേ ഗുരുവായൂരപ്പൻ ഇത്രയും തൻ്റെ ഭക്തനെ മാറോട് ചേർത്ത് വെക്കുന്നൊരു ഭക്തൻ്റെ ഒരു പുത്രനെ ഭഗവാൻ എന്തിനാ പിന്നെ ഭഗവാൻ എന്തേ കൊടുക്കായിരുന്നില്ലേ? ഇതൊക്കെ എന്താ നമ്മൾ ഉൾക്കൊള്ളാത്തത്? അല്ലേ? ആണോ അല്ലയോ? മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? കയറുന്നുണ്ടോ തലയിൽ? മനസ്സിലാവുണ്ടോ? ഞാൻ നിങ്ങളെ സെന്റിമെന്റ് ആക്കല്ല. ദാറ്റ്സ് എ ട്രൂത്ത് ഐ ആം ടോക്കിംഗ് അബൌട്ട്. ഒരു ഭഗവാനും ഇതൊന്നും പിടിച്ചു നിർത്താൻ പറയോ? ആ ബോധ്യം ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ പിടിച്ചതൊന്നും ഭഗവാൻ പിടിച്ചു നിർത്തില്ല എന്നൊരു ബോധം ഉണ്ടോ? ഒന്നുകൂടി പറയാം, ഞാൻ പിടിച്ചതൊന്നും ഭഗവാൻ പിടിച്ചു നിർത്തില്ല. കാരണം ഇതൊക്കെ കാലത്തിൻ്റെ ചക്രത്തിൽ പോകുന്നതാണ്. അപ്പൊ പിന്നെ എന്താ വേണ്ടത്? ഞാൻ ഭഗവാനെ തന്നെ പിടിക്കാൻ ശ്രമിക്കുക വഴിയുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? അതാണ് പറയുന്നത്. അപ്പൊ അടുത്തതിന് ഉത്തരം പറഞ്ഞു നോക്കൂ നിങ്ങൾ. അടുത്ത ഞാൻ ഗീതയിലെ 38 ശ്ലോക പറഞ്ഞത് 36 അല്ലേ? 36 അവിടെ 38 ശ്ലോകം ശ്രീ ഭഗവാനുവാച അല്ലേ? ഭഗവാൻ പറയുന്നത് എത്രാമത്തെ അത് അറിയില്ല. 37 കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവാൻ മഹാശനോ മഹാപാത്മാ വിദ്യേനം ഇഹ വൈരിണം. എന്താ പറയുന്നത്? കാമയേഷ ക്രോധയേഷ, കാമവും ക്രോധവും. കാമം എന്നാൽ അർത്ഥം ഒരു സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള വികാരമല്ല അവിടെ. കാമം എന്ന് പറഞ്ഞാൽ അമിതമായ ഒട്ടൽ എന്നർത്ഥം. ക്രോധം എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചതൊക്കെ വിട്ടുപോകുമ്പോൾ, കൈവിട്ടു പോകുമ്പോഴുള്ള പ്രതിഷേധം, റിയാക്ഷൻസ്, ഫ്രസ്ട്രേഷൻസ്, നിങ്ങളുടെ ഡിപ്രഷൻസ്. സത്യല്ലേ? എവിടെ കാമമുണ്ടോ ക്രോധം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്.
ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. അത് കോൺട്രഡിക്ഷൻ അല്ല, കോംപ്ലിമെൻ്റ് ആണ്. ഒന്നുണ്ടോ മറ്റതുണ്ട്. അത് രണ്ടും ഒരേ ലൈനിൽ പോകുന്നതാണ്. കാമമുണ്ടെങ്കിൽ അവർക്ക് പറയൂ ക്രോധമുണ്ട്. അതുകൊണ്ടാണ് ഭാഗവതം നമുക്ക് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ, ഈ കൊച്ചു കുട്ടികളുണ്ടല്ലോ, അമ്മമാരിങ്ങനെ തോളിലെടുത്ത് വാവാവോ വാവാവോ എന്നൊക്കെ പറഞ്ഞ് ഉറക്കി 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 ആ ഉറക്കം ഡിസ്റ്റേബ്ഡ് ആവാതെ അതിനെ എന്തു ചെയ്യും? താഴെ ഒന്നുകിൽ തൊട്ടിലോ അല്ലെങ്കിൽ കിടക്കയിലൊക്കെ കടത്തുന്ന പോലെ. മനസ്സിലായില്ലേ? ഇതുപോലെ ഭഗവാൻ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മനസ്സിനെ തട്ടി 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 ഭഗവാന്റെ നാമത്തിലേക്ക് അതിനെ തിരിച്ചുവിടാൻ നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? പറയാതെ ആ മനസ്സ് ആരിലേക്ക് ഒഴുകണം? ആരിലേക്ക് ഒഴുകണം? ഭഗവാനിലേക്ക് തിരിച്ചു വിടണം. ഇതാണ് ഈ പൂതന മോക്ഷം എന്നൊരു കഥ. അപ്പം എന്താ പൂതന മോക്ഷം? പൂതന മനസ്സിനെ പൂതാത്മാവിലേക്ക് തിരിച്ചുവിടുന്ന ആ ഒരു എന്താണ് സാധന പറഞ്ഞു തരുന്ന കഥയാണ് പൂതന മോക്ഷം. ഇതെവിടെയാ സംഭവിക്കേണ്ടത്? എവിടെയാ സംഭവിക്കേണ്ടത്? പൂതനയിലാണോ? നമ്മളിലാണ്. ഇപ്പം ഭഗവാൻ എന്തിനാ കണ്ണടയ്ക്കുന്നത്? പൂതനകളായിരിക്കുന്നിടത്തോളം കാലം ഭഗവാൻ കണ്ണ് തുറന്നിട്ടും കാര്യമില്ല. കണ്ണടക്കിയാണ് ഭഗവാൻ. കാരണം നിങ്ങൾ പിടുത്തം വിടുന്നില്ല. എന്നാൽ എന്ന് നിങ്ങൾ നാമത്തിൽ മുഴുകുന്നുണ്ടോ, അപ്പോൾ ഭഗവാൻ കണ്ണു തുറക്കും. കാരണം നിങ്ങൾ ഭഗവാനോട് കൂടുതൽ അടുക്കുന്നു, നിങ്ങൾ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ നേരെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യും. നിങ്ങളുടെ നേരെ അല്ല വരുന്നെങ്കിലോ? എന്താ ഒന്നും മിണ്ടാത്തത്? കല്യാണത്തിന് പോയി അവിടെ ഒരുപാട് ആൾക്കാർ പലരും ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ നിങ്ങളുടെ നേരെ വരുന്നു എന്നുള്ളത് അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങളെങ്ങോട്ട് നോക്കും? പിന്നെ അവർ പ്രതീക്ഷിക്കുമോ? നിങ്ങൾ കണ്ണടയ്ക്കുമോ അവരെ നേരെ? മീൻസ് അവരെ ശ്രദ്ധിക്കാതിരിക്കുമോ? മനസ്സിലായില്ല. കല്യാണത്തിന് പോയി ഇരിക്കുന്ന നിങ്ങൾ, അവിടെ നിൽക്കുന്ന ഒരാൾ നിങ്ങളെ നേരെ ഒരു സുഹൃത്ത് വരുന്നു നിങ്ങൾക്ക് തോന്നി. നിങ്ങൾ കണ്ണ് തുറവോ ഇവരെൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ അവർ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല. അവർ വേറെ എവിടേക്കോ ശ്രദ്ധ വെച്ച് പോയി. പിന്നെ നിങ്ങളെ മൈൻഡ് ചെയ്യുമോ? അവരെ കാത്തിരിക്കുമോ? ഇതുപോലെയാണ് ഭഗവാൻ നോക്കുമ്പോൾ നമ്മൾ ഭഗവാനെ മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടത് ഭഗവാനെ അല്ല, നമുക്ക് വേണ്ടത്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമുക്ക് വേണ്ടത് എന്താണ്? ലൗകികങ്ങളായ കാര്യങ്ങൾ. അപ്പം ഭഗവാൻ എന്ത് ചെയ്യണം? എൻ്റെ നേരെയല്ല വരുന്നത്, എന്നെ അല്ലല്ലോ വേണ്ടത്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യണോ? കണ്ണടയ്ക്കണോ? ഇനി നിങ്ങൾ സ്വയം ചോദിക്കും, നിങ്ങളുടെ നേരെ കണ്ണ് തുറന്നിട്ടാണോ കണ്ണടച്ചിട്ടാണോ ഭഗവാൻ നമ്മുടെ നേരെ കണ്ണ് തുറന്നിട്ടാണോ കണ്ണടച്ചിട്ടാണോ? ഏതാണ്? കണ്ണ് തുറന്നിട്ടാണോ? എങ്കിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ട് കണ്ണ് തുറന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ടാണ് ഭഗവാൻ തൊഴുതു പോകുന്നവരുടെ നേരെയൊന്നും കണ്ണങ്ങനെ എളുപ്പത്തിലൊന്നും തുറക്കില്ല. കാരണം അവർക്ക് ലൗകികമായി വേണ്ടു. അവർ ഭഗവാനെ മൈൻഡ് ചെയ്യാനല്ല, ഭഗവാനിൽ നിന്ന് വല്ലതും കിട്ടുന്നത് മൈൻഡ് ചെയ്യാൻ പോവാണ്. ഭഗവാനിൽ നിന്ന് വല്ലതും ചോദിക്കുന്നതാണ് ഭഗവാൻ. അപ്പം ഭഗവാൻ ചോദിക്കുക എന്നെ വേണമെന്ന്. അത് വേണ്ടാന്ന്. ദുര്യോധനും അർജുനനും കൃഷ്ണനെ കാണാൻ പോയി യുദ്ധ സഹായത്തിന് വേണ്ടിയിട്ട്. യുദ്ധം ആസന്നമായ സമയത്ത് ഭഗവാൻ 2 ചോയ്സാണ് കൊടുത്തത് രണ്ടുപേരോടും. ആയുധമെടുക്കാത്ത എന്നെ വേണോ, എൻ്റെ സൈന്യം വേണോ, എൻ്റെ യാദവ സൈന്യം വേണോ? ദുര്യോധൻ പറഞ്ഞു, നിന്നെ കിട്ടിയിട്ട് എന്ത് കാര്യം? പശുവിനെ കറക്കാനേ അറിയുള്ളൂ നിനക്ക്. ഓടക്കൊള്ളു വിളിക്കാനും പശുവിനെ കൊണ്ട് നടക്കാനും. എനിക്ക് കൃഷ്ണ നിന്നെ വേണ്ട, എനിക്ക് ആരെ മതി? സൈന്യത്തെ മതി. അർജുനൻ പറഞ്ഞു, കൃഷ്ണനെ അല്ലാതെ എനിക്ക് വേറെന്താ വേണ്ടത്? എനിക്ക് അങ്ങേ മാത്രമേ വേണ്ടൂ. അർജുനൻ്റെ നേരെ കണ്ണു തുറന്നു, ദുര്യോധൻ്റെ നേരെ കണ്ണടച്ചു. മനസ്സിലാവുണ്ടോ നിക്ക്?
മനസ്സിലാവുണ്ടോ? ഈ ഭക്തി ഉണ്ടാവൽ എളുപ്പമാണോ? 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 അല്ല, ബുദ്ധിമുട്ടാണ്. അതിനാണ് നമ്മൾ കേൾക്കുന്നത്.